ഹലോ വ്യൂവേഴ്സ്, ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് IT@School എന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെ അതൊരു വെർച്വൽ മെഷീനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ലിങ്കിലേക്ക് പോകേണ്ടതുണ്ട്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നമുക്ക് ISO ഇമേജ് അവൈലബിൾ ആയിരിക്കും. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇവിടെ നമുക്ക് OS ഇതാ ഇവിടെ ഈ ഒരു ലിങ്കിൽ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ OS ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 3.9 GB സൈസുള്ള ഒരു ISO ഇമേജാണത്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് കഴിയുന്നത് വരെ. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ISO ഫോൾഡറിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത IT@Schoolൻ്റെ ISO ഇമേജ് കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് VMware Workstation ഓപ്പൺ ചെയ്യാം. എങ്ങനെ VMware Workstation ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, നമുക്കിവിടെ ന്യൂ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റം, നെക്സ്റ്റ് I'll install the operating system later. അത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ലൈനക്സ് OS ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ലൈനക്സ് സെലക്ട് ചെയ്യാം. ubuntu സെലക്ട് ചെയ്താൽ മതി. വേർഷൻ. നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു പേര് എന്തെങ്കിലും കൊടുക്കാം. ഈ ഒരു OSന് ലിസ്റ്റിൽ കാണിക്കുമ്പോൾ എന്ത് പേരാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് നമുക്കിവിടെ കൊടുക്കാം. OS ഇൻസ്റ്റാൾ ആവുന്ന കോൺഫിഗറേഷൻ ഫയലൊക്കെ പോകുന്നത് ഈ ഒരു ലൊക്കേഷനിലേക്കായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബ്രൗസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡർ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഞാനിപ്പോൾ ഡിഫോൾട്ട് ലൊക്കേഷനിൽ തന്നെ കൊടുക്കുന്നത്. നെക്സ്റ്റ് OSലേക്ക് എത്ര പ്രോസസ്സർ വേണമെന്നാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എത്ര GB റാം വേണം നമ്മൾ OSലേക്ക്, ഞാനത് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ഏത് വേണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ബ്രിഡ്ജ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് IO കൺട്രോൾ ടൈപ്പ് എല്ലാം ഡിഫോൾട്ട് തന്നെ കൊടുക്കുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ ഡിസ്ക് ടൈപ്പ്. നെക്സ്റ്റ് പുതിയൊരു ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ആവണം, അതായത് ഒരു വെർച്വൽ ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വെർച്വൽ മെഷീൻ എത്ര സൈസുള്ള ഒരു ഹാർഡ് ഡിസ്ക് വേണം, നമുക്ക് വേണ്ട ഒരു സൈസ് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ 30 GB കൊടുക്കുന്നു. നെക്സ്റ്റ് ഫിനിഷ്. ഇവിടെ CD or DVD എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മളെ ISO ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ യൂസ് ISO ഇമേജ് ഫയൽ സെലക്ട് ചെയ്യാം. ബ്രൗസ് IT@School ഓപ്പൺ. ഓക്കെ, പവർ ഓൺ ചെയ്യുക വെർച്വൽ മെഷീൻ. ഇവിടെ ഉള്ളിൽ മൗസ് കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴത്തെ ഓപ്ഷന് സെലക്ട് ചെയ്യാം. കീബോർഡിൽ ഇൻസ്റ്റാൾ ubuntu എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എൻ്റർ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. കണ്ടിന്യൂ. നമ്മൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ സ്ക്രീനിൻ്റെ അകത്ത് നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ പുറത്തേക്ക് മൗസ് വന്നിട്ടില്ലെങ്കിൽ, അതായത് നമ്മുടെ ബേസ് മെഷീനിലുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ മൗസിൻ്റെ ഐക്കൺ വന്നിട്ടില്ലെങ്കിൽ, കൈസർ വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ കീബോർഡിൻ്റെ അകത്ത് ഓൾട്ട് കൺട്രോൾ പ്രസ് ചെയ്താൽ മതി. അപ്പം മൗസ് ഈ ഒരു സ്ക്രീനിൻ്റെ അകത്ത് നിന്ന് റിലീസ് ആവുന്നതായിരിക്കും. റൈറ്റ് സൈഡിലുള്ള ഓൾട്ട് കൺട്രോൾ പ്രസ് ചെയ്താൽ മതി. കീബോർഡ് ലാംഗ്വേജ് നമുക്കിവിടെ ലേഔട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് തന്നെയാണ്. കണ്ടിന്യൂ. നോർമൽ ഇൻസ്റ്റാളേഷൻ തന്നെ സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ. നമ്മളൊരു വെർച്വൽ ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് തന്നെ പാർട്ടീഷനൊക്കെ കോൺഫിഗർ ചെയ്തോളും. ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫയലൊന്നും ഇല്ല, അതുകൊണ്ട് അത് എറൈസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെർച്വൽ ഹാർഡ് ഡിസ്ക്കാണ്. ഓക്കെ, നമ്മൾ ബേസ് മെഷീൻ്റെ ഹാർഡ് ഡിസ്കിൽ നമുക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. ഇൻസ്റ്റാൾ നൗ.
നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ചെയ്യാം. കണ്ടിന്യൂ. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം നമുക്കിവിടെ പാസ് ചെയ്ത് കൊടുക്കാം. എന്താണ് നമ്മളെ പേര്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പേര്, നമ്മളെ ലോഗിൻ നെയിം, അതുപോലെ തന്നെ നമ്മളെ പാസ്വേഡ്. ഓട്ടോമാറ്റിക്കലായിട്ട് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് മെഷീൻ ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ യൂസറായിട്ട് ലോഗിൻ ചെയ്യും. യൂസർ നെയിം പാസ്വേഡും ചോദിച്ചിട്ട് പാസ്വേഡൊക്കെ എൻ്റർ ചെയ്യുന്ന ആ ഒരു ലോഗിൻ സ്ക്രീന് വരത്തില്ല. ഓക്കെ, കണ്ടിന്യൂ. നമ്മൾ ISO ഇമേജിൻ്റെ അകത്തുനിന്ന് ഫയലുകളെല്ലാം കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. ഇവിടെയുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിൻഡോ ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാം. അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ബട്ടൺ പ്രസ് ചെയ്താലും മതി. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഇവിടെ റീസ്റ്റാർട്ട് നൗ ബട്ടൺ പ്രസ് ചെയ്യാം. നമ്മളൊരു ISO ഇമേജ് വെച്ചിട്ടാണല്ലോ ചെയ്തത്. ആ ISO ഇമേജ് ഇവിടെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വെർച്വൽ മെഷീനെ ജസ്റ്റ് ഒന്ന് നമുക്ക് പവർ ഓഫ് ചെയ്യാം. CD or DVDയിൽ പോവാം. തിരിച്ച് നമുക്ക് യൂസ് ഫിസിക്കൽ ഡ്രൈവിലേക്ക് മാറ്റാം. ഓക്കെ, പവർ ഓൺ. യെസ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വെർച്വൽ മെഷീൻ ഇപ്പോൾ ഫുൾ സ്ക്രീൻ ഒന്നുമല്ല, ഇതിപ്പം നോർമൽ വിൻഡോയിലാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീനൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് VMwareൻ്റെ ഡ്രൈവർ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഈ VMware എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്രൈവേഴ്സാണ്, വെർച്വൽ മെഷീന് വേണ്ടിയിട്ടുള്ള ഡ്രൈവേഴ്സാണ്. അതിൻ്റെ ലാൻ കാർഡ്, ഗ്രാഫിക്സ് എല്ലാം ആ ഡ്രൈവറിലുണ്ടായിരിക്കും. ഈ ഒരു ലാൻ കാർഡിൻ്റെയും ഗ്രാഫിക്സിൻ്റെയും ഒക്കെ ഡ്രൈവേഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഇൻസ്റ്റാൾ VMware ടൂൾസ്, ഇൻസ്റ്റാൾ. ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ സിപ്പ് ഫയൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്, എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ കൊണ്ടിടും. പേസ്റ്റ്, റൈറ്റ് ബട്ടൺ, എക്സ്ട്രാക്ട് ഹിയർ. എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ടെർമിനൽ എടുക്കാം. ഇവിടെ ലിസ്റ്റ് ചെയ്യാം LS VMware install.pl എന്ന് പറയുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം. sudo
sudo എന്നുള്ളൊരു കമാൻഡ് നമ്മളിവിടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഉള്ള യൂസർക്ക് മാത്രമേ ഈ ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന യൂസറിന് ഓൾറെഡി അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് sudo // ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ പേര് // എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ലൊക്കേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ യെസ്, എൻ്റർ 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 എല്ലാം ഡിഫോൾട്ടായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടെല്ലാം ഞാൻ എൻ്റർ അടിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഡ്രൈവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ITIT സ്കൂളിലെ എല്ലാ ടൂൾസുകളും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. നമുക്കിത് വർക്ക് ചെയ്യിക്കാം. നോർമൽ ഒരു മെഷീൻ പോലെ തന്നെ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.